അപ്പോൾ നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഒരു വലിയ ഉരുളക്കിഴങ്ങും ഒരു വലിയ ക്യാരറ്റും നന്നായി കഴുകി വൃത്തിയാക്കി സ്ക്വയർ പീസസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യത്തിന് വെള്ളവും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 3-3.5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. പിന്നെ കുറച്ച് നേരം നമ്മുടെ ചിക്കനകത്തും കൂടെ ഇട്ട് ഇത് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ കുഴപ്പമില്ല, ഇതിപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം ഇത് നമ്മൾ 1 കിലോ ചിക്കൻ്റെ 1 കിലോ ഹോൾ ചിക്കൻ്റെ അളവാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ചിക്കൻ്റെ മീറ്റ് തന്നെ നമുക്ക് 1 കിലോ ഉണ്ടായിരുന്നു. നമ്മൾ ഫ്രഷായിട്ട് മേടിച്ചിട്ട് മീറ്റ് 1 കിലോ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു അളവാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതിപ്പം നമുക്ക് നന്നായിട്ട് വെന്ത് വന്നത് ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇത് ചിക്കൻ സ്റ്റൂ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രമാണോ എടുത്തിരിക്കുന്നത് ആ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 6-7 ഏലക്കയും ഒരു 3-4 ചെറിയ പീസ് കറുവാപ്പട്ടയും പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിലുള്ള പെരിഞ്ചീരകവും അതുപോലെ 4-5 ഗ്രാമ്പും ഇത്രയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഹോൾ സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല പൊടിയായിട്ടുള്ള ചേർത്ത് ഇത് നന്നായിട്ട് മൂത്ത് അതിൻ്റെ നല്ലൊരു സ്മെല്ല് വന്ന് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് 1 കിലോ ചിക്കന് ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി നീളത്തിലരിഞ്ഞതും അതുപോലെ ഒരു 4 വലിയ വെളുത്തുള്ളി ചെറുതാണെങ്കിൽ 8 എണ്ണം വരെയാവാം നീളത്തിലരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ജസ്റ്റ് അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള സവോള നീളത്തിൽ കനം കുറച്ചരിഞ്ഞതാണ്. അപ്പോൾ 1 കിലോ ചിക്കന് ഒരു മീഡിയം സൈസ് സവോള തന്നെ ധാരാളമാണ്. ഒരുപാട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു മധുര ടേസ്റ്റായി പോകും. ഇത് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മതിയാവും. ഇതിലേക്ക് ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആവേണ്ട കാര്യമില്ല, കാരണം തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കുന്ന കറിയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് വാടി ഒന്ന് ജസ്റ്റ് നല്ലപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മതി. ഇതാ ഇപ്പോൾ നമ്മുടെ സവോള നല്ല കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാവും. ഈ ഒരു പരുവത്തിൽ നമുക്ക് റെഡിയായി കിട്ടിയാൽ മതി. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം. വളരെ കുറച്ച് മസാലകൾ മാത്രമേ ചിക്കൻ സ്റ്റൂവിന് ചേർക്കേണ്ട കാര്യമുള്ളൂ. ഒരു പിഞ്ച് അളവിലുള്ള മഞ്ഞൾപ്പൊടി, അത് മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു പിഞ്ച് അളവിലുള്ള ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഒരു പിഞ്ച് അളവിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 കിലോ ചിക്കന് 1.5 ടേബിൾ സ്പൂൺ അളവിലുള്ള മല്ലിപ്പൊടി. ഈ 2 മസാലകൾ ആണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ അതുപോലെ കുരുമുളക് പൊടി വേണം. അപ്പം ഞാനിവിടെ ക്രഷ്ഡ് കുരുമുളകാണ് ചേർക്കുന്നത്. ക്രഷ്ഡ് കുരുമുളക് ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മല്ലിപ്പൊടിയുടെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം. അത് മാറി വന്നിട്ട് വേണം ബാക്കി ചെയ്യാനായിട്ട്. നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ പച്ചമുളകൊന്നും ചേർക്കാൻ പാടില്ല. നമ്മൾ ചിക്കൻ ചേർക്കുന്ന സമയത്താണ് അത് ചേർത്ത് കൊടുക്കുന്നത്. എന്നാലും അതിൻ്റെ ആ പച്ച കളർ നമുക്കത് കറിക്കകത്ത് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ്. അതുപോലെ എരിവ് അങ്ങനെ ആ പച്ചമുളകിൻ്റെ എരിവ് ആ സമയത്ത് നന്നായിട്ട് ഇറങ്ങി കിട്ടും. ഇതിലേക്ക് നമ്മൾ 1 കിലോ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ മീഡിയം പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇനി ഇതിലേക്ക് ഞാനിവിടെ എരിവ് കുറഞ്ഞ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ അതുകൊണ്ട് 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവുള്ളതാണെങ്കിൽ നിങ്ങളുടെ എരിവിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് 3-4 അത് ചേർക്കുക. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. അതായത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമ്മളിത് വേവിച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പം ഞാനിവിടെ 2ാം പാൽ, തേങ്ങയുടെ 2ാം പാൽ, അത് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ നമ്മുടെ ചിക്കൻ മുങ്ങി നിൽക്കാൻ ആവശ്യത്തിനുള്ള കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് തേങ്ങാപ്പാൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ടിൻഡ് കോക്കനട്ട് മിൽക്ക് ഉപയോഗിച്ചിട്ടോ ചെയ്യാവുന്നതേ ഉള്ളൂ. 2ആണെങ്കിലും കട്ടി കുറച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ടിൻഡ് കോക്കനട്ട് പാലാണെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തേങ്ങാ പൊടിയാണെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ ആണെങ്കിലും കട്ടി കുറച്ചിട്ട് തന്നെ അത് ചേർത്ത് കൊടുക്കണം. ഇതിനകത്ത് ഈ സമയത്ത് വീണ്ടും ഉപ്പൊന്ന് നോക്കി ഉപ്പ് കറക്റ്റാക്കിയതിന് ശേഷം നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. ഒരു 15 മിനിറ്റിന് ധാരാളമാണ്. ഇതിപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഇളക്കിയിട്ടില്ല, ഞാൻ ഇളക്കാതിരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഒരു സമയത്ത് തുറക്കുമ്പോൾ ഇത് പിരിഞ്ഞതുപോലെ നമുക്ക് തോന്നും. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് വെന്ത് സെറ്റായി വരുമ്പോഴത്തേക്കും നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതോർത്ത് ആരും പേടിക്കേണ്ട, പിരിഞ്ഞു പോയി എന്നൊന്നും ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇതായിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഈ 10 മിനിറ്റ് അത്യാവശ്യം ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ അങ്ങനെ തന്നെ നമുക്ക് കിടക്കണം. ആ പച്ചമുളക് ലാസ്റ്റ് ചേർത്തുകൊണ്ട് ആ പച്ചമുളക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാനായിട്ട് കിട്ടും, ആ പച്ച കളറിൽ. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും ഒന്നുകൂടെ മൂടി വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ആകാനായിട്ട് ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് അടച്ചു വെച്ച് റെഡിയാക്കിയിട്ടെടുക്കണം.
അപ്പോൾ അത് റെഡിയാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ അളവിലുള്ള ഏലക്കാട പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഹോട്ട് സ്പൈസസ് ചേർത്താണെങ്കിൽ ഈ ഒരു സ്റ്റൂവിലേക്ക് ആ ഏലക്കാട ഫ്ലേവർ വരുമ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ കറിവേപ്പിലയും കൂടെ ഒന്ന് തിരുമ്മി ചേർത്ത് കൊടുക്കാം. പച്ച കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഇളക്കുക. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പോ എന്തെങ്കിലും വേണേൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കട്ടി തേങ്ങാപ്പാൽ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ചേർക്കുന്നതിന് മുമ്പ് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാലാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ പാത്രമാണ് എന്നുണ്ടെങ്കിൽ ചേർത്തതിന് ശേഷം തന്നെ ഓഫാക്കിയാൽ മതി. ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് കട്ടി തേങ്ങാപ്പാൽ ചേർത്തത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഞാനിത് ഒതൻറ്റിക്കായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മളിതിനകത്തേക്ക് കുറച്ച് നെയ്യിൽ കുറച്ച് ഉള്ളി മൂപ്പിച്ചൊഴിക്കുന്നുണ്ട്. ഇതിനകത്ത് കടുകോ വേറെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മാത്രം ഇതിലേക്ക് നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലാണെങ്കിലും വറുത്തിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് കൊടുത്താലും മതി. പക്ഷേ നെയ്യിൽ ആ ഉള്ളി ഒന്ന് മൊരിച്ചിടുമ്പോഴത്തേക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് നമ്മുടെ 3/4 ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉള്ളി ഇല്ലെങ്കിൽ ഒരു ചെറിയ സവോളയുടെ ഒരു ചെറിയ പീസ് എടുത്ത് റെഡിയാക്കി എടുത്താലും മതിയോ. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവുള്ള ഗരം മസാല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതുകൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ സ്റ്റൂവിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ചിക്കൻ സ്റ്റൂവിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അത് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഉപയോഗിക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ട് ചപ്പാത്തി, ചിക്കൻ, അതുപോലെ പൊറോട്ട, ചോറ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഞാനിത് പിടിയുടെ കൂടെയാണ് കഴിക്കുന്നത്. അതിൻ്റെ റെസിപ്പി നമ്മൾ ഉടനെ ഇടുന്നുണ്ട്. ചിലപ്പോൾ ഈ വീഡിയോയ്ക്ക് മുമ്പിടും. അപ്പോൾ എന്തായാലും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.